الحمد لله رب العالمين اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد. ഈ സംഘടനയുടെ പ്രസിഡന്റ് കൂടിയ സഫ്വാൻ ഉസ്താദ് നേരിട്ട് തന്നെയാണ് കാര്യങ്ങൾക്കൊക്കെ നേതൃത്വം കൊടുക്കണേന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. ഹായ്, ലിറ്റിൽ കിങ്ഡം ഓഫ് ജോ എന്ന യൂട്യൂബ് ചാനലിലെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വിഷയം ലഹരി. നമ്മുടെ കേരളത്തിൽ ഇപ്പോൾ കേരളത്തിനെ പിടിച്ചു കുലുക്കിക്കൊണ്ടിരിക്കുന്ന ലഹരിക്കെതിരെ ഒരു ഇഫ്താർ വിരുന്നും അതോടൊപ്പം കുറച്ച് ബോധവൽക്കരണം, ആ കാര്യങ്ങളാണ് ഈ എപ്പിസോഡിൽ ഉണ്ടാവുക. തൃശ്ശൂർ ജില്ലയിൽ കാട്ടൂരിനടുത്ത് SOS കാട്ടൂർ എന്ന യുവജന സംഘടന ലഹരി വിരുദ്ധ ക്യാമ്പയിനും ഇഫ്താർ സംഗമവും നടത്തിയിരുന്നു. അപ്പോൾ അതിലേക്ക് അതിൻ്റെ സെക്രട്ടറി കൂടിയായ മിസ്റ്റർ അൻവർ സാദത്ത് എന്നെ വിളിച്ചിരുന്നു. അപ്പോൾ ഞാൻ അവിടെ പോയിരുന്നു. അവിടെ ചെന്നപ്പോൾ ഞാൻ കണ്ട കാര്യങ്ങൾ എല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു വീഡിയോ ആണത്. ഇത് പരമാവധി ആളുകൾ കാണാൻ ശ്രമിക്കുക, അതുപോലെ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ നമ്മുടെ ചാനലിനെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാത്തതുകൊണ്ട് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഏറ്റവും ബേസ് ആയിട്ട് മനസ്സിലാക്കേണ്ട സെക്ഷനാണ് സെക്ഷൻ 77. സെക്ഷൻ 77 എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഒരു കടക്കാരൻ ആരെങ്കിലും ഉണ്ടെങ്കിൽ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ഞാൻ പറയുന്നത്. ഒരു കടക്കാരൻ ഒരു കുട്ടിക്ക് ഒരു സിഗരറ്റ് കൊടുത്താൽ സെക്ഷൻ 77 പ്രകാരം 7 വർഷത്തെ കഠിന തടവ്, 1 ലക്ഷം രൂപ പിഴ, റിമാൻഡ് ചെയ്യും. ഇപ്പൊ ഇവിടെ കാട്ടൂർ പോലീസ് ഹാൻഡ്സ് വിറ്റ് ഒരാളെ അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടച്ചിരുന്നു. നിങ്ങൾ ശ്രദ്ധയപ്പെട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ഈ അടുത്ത ദിവസങ്ങളിൽ ഇല്ലേ അങ്ങനെ സംഭവം ഉണ്ട്. എങ്ങനെ ഹാൻഡ്സ് വിറ്റ് ആളെ റിമാൻഡ് ചെയ്തു? അതൊരു കുട്ടിക്ക് കൊടുത്തുന്നുള്ള സെക്ഷൻ അതിൽ വന്നു. JJ ആക്ട് എന്ന് പറഞ്ഞ സെക്ഷൻ വന്നു. അപ്പൊ JJ ആക്ട് വന്നപ്പോ റിമാൻഡ് ചെയ്തു. അപ്പൊ JJ ആക്ട് ആയാലും പോക്സോ ആക്ട് ആയാലും കുട്ടികളുടെ സംരക്ഷണത്തിന് വേണ്ടിയിട്ട് ഉള്ള നിയമമാണ്. ഇപ്പൊ ഞാൻ ചോദിക്കുന്നു, ഇത്രയൊക്കെ ഇപ്പൊ നമ്മളെ കുറെ ഒരു ഫ്രണ്ട്ലി ആയല്ലോ, അങ്ങനെയാണെങ്കിൽ ഞാൻ ചോദിക്കുന്നു, പ്രണയിക്കുന്ന മക്കളൊക്കെ ഒന്ന് എഴുന്നേറ്റുന്നത്, ഞങ്ങളൊക്കെ ഒന്ന് കാണട്ടെ. പറ്റില്ല. ദുശീലങ്ങള്, അതിപ്പോ ഒരു സിഗരറ്റ് കാശ് കൊടുത്ത് വാങ്ങിക്കുന്ന സിഗരറ്റ് ആണെങ്കിൽ പോലും, അല്ലെങ്കിൽ മദ്യം കാശ് കൊടുത്ത് വാങ്ങിക്കുന്നതാണ്, അത് നമുക്ക് അഭിമാനത്തോടെ ചെയ്യാൻ പറ്റില്ല. തലകുനിച്ച് അപമാനിതരായിട്ട് ജീവിക്കേണ്ടി വരും. ഈ സിഗരറ്റ് വലിക്കുന്ന ആളുകൾ ഒരു തിയേറ്റർ ആണെങ്കിൽ, അല്ലെങ്കിൽ ഒരു ട്രെയിനിൽ യാത്ര ചെയ്യണമെങ്കിൽ, അല്ലെങ്കിൽ ഒരു കോളേജ് ആണെങ്കിൽ, അല്ലെങ്കിൽ ഒരു സ്കൂൾ ആണെങ്കിൽ, അവിടെ എവിടെ സിഗരറ്റ് വലിക്കുക? എവിടെ ഇരുന്നിട്ടാണ് സിഗരറ്റ് വലിക്കുക? പ്രിൻസിപ്പളുടെ റൂമിന്റെ മുന്നിൽ ഇരുന്നിട്ടാണോ? ആണോ? ടോയ്ലറ്റിലല്ലേ പോയി വലിക്കുന്നത്? ആണോ? നിങ്ങൾ ഈ നാട്ടിലൊന്നല്ലേ? ഈ പറഞ്ഞ എല്ലാ സ്ഥലത്തും ടോയ്ലറ്റിലാണ് വലിക്കുന്നത്. ടോയ്ലറ്റ് ആസ്വദിച്ച് വലിക്കാൻ പറ്റുന്ന ഒരു നല്ല സ്ഥലമാണോ ആലോചിക്കേണ്ടത്. അപ്പൊ മോശമായ സാഹചര്യത്തിൽ ഇത്തരം കാര്യങ്ങൾ ചെയ്യേണ്ടി വരുന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത. 4ാമത്തെ പ്രത്യേകത, ദുശീലം ചെയ്യുന്ന ഒരാൾക്കും ക്ഷമ എന്ന് പറയുന്ന സാധനം ഉണ്ടാവില്ല. ക്ഷമ എന്ന് പറയുന്ന സാധനമില്ല. ഇവിടെ അടുത്ത് 5 കിലോമീറ്ററിനുള്ളിൽ 5 പേര് ഒരു ഹോട്ടൽ അടിച്ചു തന്നു. തുടർന്ന് 4 കിലോമീറ്ററിനുള്ളിൽ 2 പേര് ഒരു ഹോട്ടൽ അടിച്ചു തന്നു. ചായയിൽ മധുരമില്ല എന്ന് പറഞ്ഞിട്ടാണ് 5 പേര് ഹോട്ടൽ അടിച്ചു തന്നത്. ബിരിയാണിയിൽ പപ്പടമില്ല എന്ന് പറഞ്ഞിട്ടാണ് ഹോട്ടൽ അടിച്ച് തകർത്തത്. ഇനി അതൊന്നും വേണ്ട. നിങ്ങളെ വീട്ടില് നിങ്ങളുടെ അനുജനോ അനുജത്തി ഉണ്ട് എന്ന് വിചാരിക്കും. അപ്പൊ നിങ്ങൾ മൊബൈലിൽ കളിക്കുന്നതുകൊണ്ട് അവരും കളിക്കുന്നുണ്ടാവുമല്ലോ. അവർ കളിക്കുന്ന സമയത്ത് പോയിട്ട് അതൊന്ന് വാങ്ങിക്കുന്ന സമയത്ത് താങ്ക് യു ഇക്കാന്ന് പറഞ്ഞ് ഓടി വന്ന് കെട്ടിപ്പിടിച്ചിട്ടും വന്നല്ലോ. എന്തൊക്കെയാണ് അവര് ചെയ്യാം? ഈ കുഞ്ഞുമോൻ, ചെറിയ കുഞ്ഞ്, അപ്പൊ കുഞ്ഞാണെങ്കിൽ പോലും, അല്ലെങ്കിൽ ലഹരി ഉപയോഗിക്കുന്ന, മയക്കുമരുന്ന് ഉപയോഗിക്കുന്ന, ഹാൻഡ്സ് ഉപയോഗിക്കുന്ന, മദ്യപിക്കുന്ന, മൊബൈൽ ഗെയിം മൂലമോ പ്രണയം മൂലമോ കിടിപോയിട്ടുള്ള ആളുകൾക്ക് ചെറിയ കാര്യം പോലും ക്ഷമിക്കണം. ക്ഷമയില്ലെങ്കിൽ പൊന്നുമക്കളെ നിങ്ങൾ തീർന്നു. ക്ഷമയില്ലാതെ ജീവിക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് ധാരാളം ആളുകള് ഈ ക്ഷമ എന്ന് പറയുന്ന സാധനമില്ലാത്തത് കൊണ്ടാണ് ഇതിന് പിന്നാലെ പോയിട്ട് കുറെ ആളുകള് ഇത്തരം ദുരന്തങ്ങൾ സൃഷ്ടിക്കുന്നതും ആത്മഹത്യ ചെയ്യുന്നതും. ഈ ദുശീലം ചെയ്യുന്ന ആള് ആത്മഹത്യ ചെയ്യുന്നു. എന്തിനാ ആത്മഹത്യ ചെയ്യുന്നു? ക്ഷമയില്ല. ഓക്കെ, ഇനി ഇതിന്റെ പിന്നാലെ പോയി കഴിഞ്ഞാൽ ഉറപ്പിച്ചോളൂ, പല നാൾ കക്കുമ്പോൾ ഒരു നാൾ പിടിക്കപ്പെടും, ജയിലിൽ പോകും. അപ്പൊ കുട്ടികൾ ശ്രദ്ധിക്കേണ്ട കാര്യം, കുഞ്ഞുങ്ങളെ നിങ്ങൾ ചെയ്താലും നിങ്ങളെയും ജുവനൈൽ ജസ്റ്റിസ് ആക്ട് പ്രകാരം കേസെടുത്ത് ജുവനൈൽ ഹോമിൽ അടയ്ക്കും. അപ്പൊ ഷഹബാസിന്റെ കൊലപാതകത്തില്
10ാം ക്ലാസ്സുകാരനെ കൊലപ്പെടുത്തിയത്. അവന്റെ കൂട്ടുകാർ 10ാം ക്ലാസ്സുകാരാണല്ലോ. അവര് വീട്ടിലല്ല കിടക്കുന്നത്, അവര് റിമാൻഡ് ചെയ്തു, ജുവനൈൽ ഹോമിലാണ്. അപ്പൊ നിങ്ങൾ ഹോം ഉണ്ടെന്ന് കരുതി നമ്മുടെ വീട്ടിലെ ഹോം എന്ന് വിചാരിക്കരുത്. ലൈക്ക് എ ജയിൽ, കുറ്റാരോപിതരായ കുട്ടികൾ, ഇതൊക്കും മേലെ കുറ്റം ചെയ്ത കുട്ടികളുടെ വാസസ്ഥലം ഒട്ടും നല്ല സ്ഥലമല്ല. ഇനി ജയില് മാറ്റി, അതൊരു സാഹചര്യം. രണ്ടാമത്തെ സാഹചര്യം ഞാൻ പറയുന്നു, മൊബൈൽ ഗെയിം കളിച്ചാലും പ്രണയത്തിന്റെ പിന്നാലെ പോയാലും മയക്കുമരുന്ന് ഉപയോഗിച്ചാലും ഉറപ്പിച്ചോളൂ, കുറച്ച് കഴിയുമ്പോ കിളി പറന്നു പോകും, ഭ്രാന്താകും. മെന്റൽ ഹോസ്പിറ്റൽ, ഈ പറഞ്ഞതിനേക്കാളും ഭീകരം മെന്റൽ ഹോസ്പിറ്റൽ. മെന്റൽ ഹോസ്പിറ്റലിലേക്ക് ഒരുത്തനെ കൊണ്ടുപോയി കഴിഞ്ഞാൽ കുറച്ച് നാൾ കഴിയുമ്പോൾ, ഇവിടെ അമ്മേനെ അച്ഛനൊക്കെ തല്ലി ആക്രമിച്ച ഒരുത്തനെ കൊണ്ടുപോയി നോക്കി, 1 മാസം കഴിയുമ്പോൾ ഒന്ന് വിളിച്ചു പറയാനാണ്, അമ്മേ എന്നെ പെട്ടെന്ന് കൊണ്ടുപോകും, എന്റെ ഭ്രാന്തൊക്കെ മാറി. 1 മാസം കൊണ്ട് ഭ്രാന്ത് മാറാനുള്ള മന്ത്രവാദം ഉണ്ടാവും. ഭ്രാന്ത് മാറിയതല്ല, നല്ല സുഖമാണ്. അപ്പൊ അത്ര ഭീകരമാണ്, മനസ്സിലാക്കുക. 3, 1ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികൾ ഉൾപ്പെടെ MBBS പോലെയുള്ള പ്രൊഫഷണൽ കോഴ്സ് കഴിഞ്ഞ ഡോക്ടർ ഉൾപ്പെടെ മൊബൈൽ ഗെയിമിന്റെ പിന്നാലെ പോയത് കൊണ്ടോ, മയക്കുമരുന്ന് ഉപയോഗിച്ചത് കൊണ്ടോ, പ്രണയത്തിന്റെ പിന്നാലെ പോയത് കൊണ്ടോ ഇന്ന് ജീവനോടെ ഇല്ല, ആത്മഹത്യ ചെയ്തു. 27 വയസ്സുള്ള ഡോക്ടർ, ലക്ഷം ശമ്പളമുള്ള മിടുക്കിയായ സമർത്ഥയായ ധൈര്യവതിയായ ഡോക്ടർ, പ്രണയമായിരുന്നു പ്രശ്നം. പ്രണയത്തിന്റെ ഊരാക്കുടുക്കിൽപ്പെട്ടപ്പോൾ ഈ ഡോക്ടർക്ക് അതിജീവിക്കാൻ പറ്റിയില്ലെങ്കിൽ എങ്ങനെ അതിജീവിക്കും മക്കളെ? ഇതിന്റെ ഊരാക്കുടുക്കിൽപ്പെട്ടാൽ എങ്ങനെ അതിജീവിക്കും ആലോചിച്ചു. 4, ദാരുണമായി മരണപ്പെടും. സിഗരറ്റ് ഉപയോഗിക്കുന്ന, ബീഡി ഉപയോഗിക്കുന്ന, ഹാൻഡ്സ് ഉപയോഗിക്കുന്ന, മുറുക്കുന്ന, മയക്കുമരുന്ന് ഉപയോഗിക്കുന്ന ആളുകൾക്ക് വായയിലോ തൊണ്ടയിലോ ക്യാൻസർ വന്ന് വെള്ളം പോലും കഴിക്കാൻ പറ്റാതെ മുഖം വിരൂപമായിക്കൊണ്ട് ഏറ്റവും മോശമേറിയ വേദനയേറിയ മരണം കാത്തിരിക്കുന്നു. പിന്നെ കുട്ടികള് വണ്ടി ഓടിച്ച് തലയിലൂടെ ബസ് കയറാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല മരണമാണോ? പോസ്റ്റുമേൽ തലയിടിച്ച് മരിക്കാന്നുള്ളത് നല്ല മരണമാണോ? ബൈക്കും കൂട്ടിയിടിച്ച് മരിക്കാന്നുള്ളത് നല്ലതാണോ? ഇല്ല. ഇതിനൊക്കെ കുട്ടികളാണ് പെടുന്നത്. ഇനി പൊന്നുമക്കളെ, ഏതൊരു മക്കളെ സംബന്ധിച്ചും അവരുടെ ഏതൊരു ആപത്തിലും ഏതൊരു സന്തോഷത്തിലും എല്ലാ കാര്യങ്ങളിലും ജനനം മുതൽ അവരുടെ മരണമോ നിങ്ങളുടെ മരണം വരെയോ കൂടെയുള്ള ചങ്ക് ബ്രോ എന്ന് പറയുന്നത് നമ്മുടെ മാതാപിതാക്കളാണ്. ക്ലാസ്സിൽ പഠിക്കുന്ന അപ്പുറത്തിരിക്കണമല്ല. അപ്പൊ ഈ ചങ്ക് ബ്രോ ആയിട്ടുള്ള മാതാപിതാക്കൾ ഈ പ്രണയത്തിന്റെ പിന്നാലെ പോകുമ്പോ നല്ല സുഖമുണ്ടെന്ന് നിങ്ങൾക്ക് തോന്നും, സന്തോഷമൊക്കെ തോന്നും. കൂടെ സംസാരിക്കുമ്പോ, ചായ കുടിക്കുമ്പോ, കുഴിമന്തി വാങ്ങിച്ചു കഴിക്കുമ്പോ, ബൈക്കിലിരുത്തി പറപ്പിക്കുമ്പോ, കെട്ടിപ്പിടിക്കുമ്പോ, കിസ് ചെയ്യുമ്പോ, വാട്ടവർ എന്തൊക്കെയുണ്ടോ, എന്തൊക്കെ ചെയ്താലും താൽക്കാലിക സന്തോഷം. കഴിഞ്ഞ കൊല്ലം ഇതേ സമയമല്ല, ജൂൺ ജൂലൈ സമയത്ത് ഇവിടെ വളരെ അടുത്ത് 19കാരനെ പോക്സോ ആക്ട് പ്രകാരം ജയിലിലടച്ചു. 9ാം ക്ലാസ്സിലെ കുട്ടി ഗർഭിണിയാണ്. ഈ രണ്ടാളുടെ അവസ്ഥ നിങ്ങൾ ആലോചിച്ച് നോക്കി. 19കാരൻ ഇനി ജയിലിൽ കിടന്ന് മരിക്കും. ഇനി 9ാം ക്ലാസ്സുകാരുടെ കാര്യം ആലോചിച്ച് നോക്കി. പ്രണയത്തിന്റെ പിന്നാലെ പോയ കുട്ടിയുടെ കാര്യം. എനിക്ക് വിശേഷമുണ്ട് ഗർഭിണി എന്നും പറഞ്ഞ് എല്ലാവർക്കും മിഠായി കൊടുക്കുക. കുട്ടി അപമാനിതരായി മോശം ജീവിതം ജീവിക്കേണ്ടി വരുന്ന കാഴ്ച. ദുരന്തം. താൽക്കാലിക സന്തോഷം കിട്ടി, ദുരന്തം. ഇനി രണ്ടാമത്തെ പ്രത്യേകത, ഇതില് പ്രണയം, വാഹനം, ഇത് രണ്ടും ഞാൻ മാറ്റിവെച്ചു. ബാക്കിയെല്ലാം ഏത് പ്രായത്തിലുള്ള ഏതൊരാൾക്കും ദുശീലമാണ്, ലഹരിയാണ്. അപ്പൊ പ്രണയം, വാഹനം എന്നുള്ളത് 23 ബുദ്ധിയും ബോധം ഉറച്ചതിന് ശേഷം, സ്വന്തമായി ഒരു ജോലി നേടിയതിനു ശേഷം ഒരു വാഹനം സ്വന്തമായിട്ട് നിങ്ങൾ വാങ്ങി, നിങ്ങളെ കയ്യിലെ കാശ് കൊടുത്ത് വാങ്ങി. അപ്പൊ അത് നല്ല ശീലമാവും. നിങ്ങൾ ഈ കാലഘട്ടം വരെ ബുദ്ധിയും ബോധം ഉറക്കുന്നത് വരെ പത്രമൊക്കെ വായിച്ച് വിവരങ്ങളൊക്കെ തേടി നല്ല രീതിയിൽ പഠിച്ച് നല്ല ശീലങ്ങളോടെ പോയി കഴിയുമ്പോൾ നിങ്ങൾക്ക് 23-25 വയസ്സിൽ പ്രണയിച്ച് കല്യാണം കഴിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ ചെയ്തോ. പക്ഷെ നിങ്ങൾ ഈ പറഞ്ഞ അറിവൊക്കെ നേടിയിരിക്കണം. എല്ലാ ദിവസവും പത്രം വായിച്ച് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ട് വേണം. അല്ലെങ്കിൽ സ്വന്തം കാലിൽ നിൽക്കാൻ പറ്റുന്ന ഒരു സ്റ്റേജ് വേണം, ഒരു നല്ല ജോലി നേടിയിട്ട് വേണം. ഇനി അതിന് സാധിച്ചില്ല, ജോലി നേടിയപ്പോൾ ആണ് നിങ്ങൾ വരുന്നതെങ്കിൽ അപ്പൊ കല്യാണം കഴിഞ്ഞ ആളുകൾ പരസ്പരം പ്രണയിക്കാം. സ്കോപ്പ് ഈസ് വെരി വൈഡ്. ഭാര്യയും ഭർത്താവും പ്രണയിക്കണം. ഈ സാധനം
പലർക്കും അറിയില്ല. എല്ലാവരും വിചാരിച്ചിരിക്കുന്നത്, മുതിർന്ന ആളുകളും വിചാരിച്ചിരിക്കുന്നത് കോളേജിൽ പഠിക്കുന്ന കേസിൽ പെട്ട് കഴിഞ്ഞാൽ സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ ശിക്ഷ കൊടുക്കുന്ന വകുപ്പാണ് കുട്ടികൾക്കെതിരെയുള്ള അതിക്രമം തടയാൻ വേണ്ടിയിട്ട് തന്നെ. അങ്ങനെ ഒരു കേസിൽ പെട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ സുഖമായി ജയിലിൽ കിടന്ന് മരിക്കാം. 210 വർഷം വരെയൊക്കെ തടവ് പോക്സോ കോടതിയിൽ കൊടുത്തിട്ടുണ്ട്. ഒരു 59കാരനായ അപ്പൂപ്പന് 65 വർഷം കഠിന തടവ് കൊടുക്കും പോക്സോ കോടതി. കാരണം എന്താണെന്നറിയോ? 10 വയസ്സുള്ള ആൺകുട്ടിയെ പ്രകൃതി വിരുദ്ധ പീഡനത്തിനിരയാക്കി. 59കാരനായ അപ്പൂപ്പന് 65 വർഷം കൊടുത്ത 59ഉം 65ഉം എത്രയാണ്? അവിടെ ക്ലാസ് നടക്കുന്നതിൻ്റെ ഇടയിൽ നമ്മുടെ ക്യാമറ കണ്ണൊന്ന് ഇങ്ങോട്ട് തിരിച്ചു കഴിഞ്ഞപ്പോൾ ഇവിടെ ഇഫ്താർ സംഗമം നടക്കുന്നതിന് മുന്നോടിയായിട്ടുള്ള ഭക്ഷണങ്ങൾ തയ്യാറാക്കണം. അതായത് നിങ്ങൾ നോക്കിയ വീഡിയോയിൽ കാണാം, നല്ല അടിപൊളി ദോശ, ലൈവ് ദോശയൊക്കെ അവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നത്. ഇദ്ദേഹത്തിന് നിങ്ങളെല്ലാവരും അറിയും. കാട്ടൂർ ഫാസ്റ്റ് ഫുഡ് നടത്തുന്ന ഇദ്ദേഹത്തിന് ആരും അറിയാണ്ടിരിക്കാൻ വഴിയില്ല. നിറപുഞ്ചിരികളോട് അദ്ദേഹം കാര്യമായിട്ട് കാര്യങ്ങളൊക്കെ അവിടെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എല്ലാവരും കേട്ടിട്ടുണ്ട്. സമയം വളരെ കുറവാണ്. സാർ എടുത്ത കാര്യങ്ങളിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് പേഴ്സണലി എന്തെങ്കിലും ആർക്കെങ്കിലും 1-2 ആൾക്കാർക്ക് എന്തെങ്കിലും സംശയം ചോദിക്കാനോ ചോദിക്കാം. ക്ലാസിന്റെ ഫീഡ്ബാക്ക് പറയാണ്ടെങ്കിൽ ഈ മൈക്കിലൊന്ന് പറയാം. ഏത് കൊച്ചു കുട്ടിക്കും കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റാവുന്ന ഭാഷയിൽ അവിടെ നല്ല രീതിയിലുള്ള ക്ലാസ്സാണ് നടന്നത്. അത് എനിക്കും കേൾക്കാനുള്ളൊരു ഭാഗ്യമുണ്ടായി. നിയമങ്ങൾ അറിയാണ്ടാണ് നമ്മൾ ഓരോരുത്തരും വലിയ തെറ്റുകളിൽ പോയി പെട്ടുപോകുന്നത്. അത് ഓർമ്മപ്പെടുത്തണം ഒന്നും കൂടി. അതുപോലെ തന്നെ ദേ ഇവിടെ എല്ലാവരും നോമ്പ് തുറക്കാനായിട്ട് റെഡി ആയിട്ടിരിക്കുക. നോമ്പ് തുറക്ക് മുന്നായിട്ട് റഫീഖ് സഖാഫി ഉസ്താദിൻ്റെ വളരെ ഹൃദ്യമായ ഒരു പ്രാർത്ഥന കൂടി ഇപ്പോൾ നടക്കും. അതും കൂടി നിങ്ങൾ കാണാം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد. اللهم أنت ربنا أنت مولانا نحن عبيدك الضعفاء الفقراء المساكين. أنت ربنا أنت خالقنا أنت رازقنا يا رب العالمين. أرحم الراحمين يا الملك الملوك يا الله يا صادق يا من ഇതുവരെ അനുഷ്ഠിച്ച നോമ്പുകൾ മുഴുവനും നീ കബൂൽ ചെയ്യണേ അല്ലാഹ്. ഖുർആൻ പാരായണങ്ങൾ, നിസ്കാരങ്ങൾ, മറ്റു ചെയ്ത എല്ലാ അമലുകളും നീ കുറവുകൾ പൊരുത്തപ്പെട്ട് കബൂൽ ചെയ്യണേ അല്ലാഹ്. ഞങ്ങളുടെ മാതാപിതാക്കൾ, ഉസ്താദുമാർ, അഹ്ലുകാർ, മുഹദ്ദീങ്ങൾ, ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവർ, ഞങ്ങളെ സഹായിച്ചവർ, ഈ സംരംഭവുമായി സഹായിച്ചവർ എല്ലാവർക്കും നീ അഫൂ നൽകണേ അല്ലാഹ്, റഹ്മത്ത് നൽകണേ അല്ലാഹ്. ജീവിച്ചിരിക്കുന്ന മാതാപിതാക്കൾ, ഉസ്താദുമാർ, അഹ്ലുകാർ, മുഹദ്ദീങ്ങൾ എല്ലാവർക്കും നീ ആരോഗ്യമുള്ള ദീർഘായുസ്സ് നൽകണേ അല്ലാഹ്. ഈ പരിപാടിയിൽ പല നിലയിൽ സഹകരിച്ചവരുണ്ട് അല്ലാഹ്. സാമ്പത്തികമായി, മാനസികമായി, ശാരീരികമായി. ഇന്ത്യക്കാരുള്ള ഒരു സഹോദരൻ അദ്ദേഹത്തിന്റെ വാപ്പ മരണപ്പെട്ടിട്ടുണ്ട്. ഷാമിൽ എന്നാണ് ആ സഹോദരന്റെ പേര്. അദ്ദേഹത്തിന്റെ ഉപ്പയുടെ ഹദറത്തിലേക്ക് അദ്ദേഹം ഹദിയ ചെയ്ത ആ സംഖ്യ അത് നീ ഹദറത്തിലേക്ക് നീ എത്തിച്ചു കൊടുക്കണേ അല്ലാഹ്. മിസ്ല സവാബ് നീ എത്തിച്ചു കൊടുക്കണേ അല്ലാഹ്. ഇല്ലിക്കാട് ഭാഗത്ത് ലൈവ് വാട്സപ്പ് ഗ്രൂപ്പ് എന്ന ഒരു സംഘമുണ്ട് അല്ലാഹ്. അവരും വലിയ സഹായങ്ങൾ ചെയ്തിട്ടുണ്ട് അല്ലാഹ്. അതിന്റെ അവർക്കും നീ ഖൈറും ബറക്കത്തും നൽകണേ അല്ലാഹ്. ബിജൂദിക വകറമിക യാ അക്രമൽ അക്രമീൻ. അർഹമർ റഹീമായ മലിക്കുൽ മുലൂക്കായ അല്ലാഹുവേ, ഹുസ്നുൽ ഖാത്തിമത്ത് കൊണ്ട് ഞങ്ങളെ എല്ലാവരെയും നീ അനുഗ്രഹിക്കണേ അല്ലാഹ്. മാനസികമായി വിഷമിക്കുന്നവരുണ്ട്, കടങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്നവരുണ്ട് അല്ലാഹ്. എല്ലാവരുടെ എല്ലാ വിഷമങ്ങളും നീ നീക്കിക്കൊടുക്കണേ അല്ലാഹ്. ഐശ്വര്യവും സമാധാനവും സന്തോഷവും നീ നൽകണേ അല്ലാഹ്. എല്ലാ മക്കൾക്കും നീ നല്ല ബുദ്ധിശക്തിയും ഓർമ്മശക്തിയും നൽകണേ അല്ലാഹ്. മാതാപിതാക്കൾ, ഉസ്താദുമാരുടെ ഗുരുത്വവും പൊരുത്തവുമുള്ള മക്കളാക്കണേ അല്ലാഹ്. അല്ലാഹുവേ, ഇന്ന് വ്യാപകമായ എല്ലാ ദുരന്തങ്ങളിൽ നിന്നും മക്കളെ നീ കാക്കണേ അല്ലാഹ്. അല്ലാഹു അക്ബർ. അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ്. അഷ്ഹദു അന്ന മുഹമ്മദൻ റസൂലുള്ളാഹ്. അഷ്ഹദു അന്ന മുഹമ്മദൻ റസൂലുള്ളാഹ്.
ഉസ്താദിന്റെ മനസ്സ് നിറയ്ക്കുന്ന പ്രാർത്ഥനയ്ക്ക് ശേഷം എല്ലാവരും ഒത്തൊരുമിച്ച് നോമ്പ് തുറക്കുന്ന കാഴ്ചയാണ് നിങ്ങൾ കാണുന്നത്. നടുവിലിരിക്കുന്നത് ഉസ്താദാണ്, കൂടെ ഇരിക്കുന്നത് ക്ലാസ് എടുത്ത സാറാണ്. ഇവരെല്ലാവരും ഒത്തൊരുമയോടെ എന്തെന്ന് പറയാ നോമ്പ് തുറക്കുന്ന ഒരു അതിമനോഹര കാഴ്ചയാണ് നമ്മളിപ്പോൾ എല്ലാവരും കണ്ടുകൊണ്ടിരിക്കുന്നത്. വളരെ എന്തെന്ന് പറയാ ഭക്തിയോടുകൂടി എല്ലാവരും ഈ ഒരു പുണ്യമാസം ആചരിക്കുന്ന കാഴ്ചയാണ്. അതിനുശേഷം ദേ പള്ളിയിൽ എല്ലാവരും കൂടി നിസ്കരിക്കുകയാണ്. അതിൻ്റെ പ്രാർത്ഥനകളും കൂടി അവിടെ അടുത്തത് നടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ. അതിൻ്റെ ഇടയിൽ നമ്മുടെ ക്യാമറ കണ്ണ് പതുക്കനെ വീണ്ടും ഭക്ഷണത്തിലേക്ക് തിരിയാണ്. നിങ്ങൾ നോക്കിയേ, അടിപൊളിയായിട്ട് ലൈവ് ദോശ അങ്ങനെ അടിച്ചടിച്ച് എടുത്തുകൊണ്ടിരിക്കുകയാണ്. മസാല ദോശയും സാമ്പാറും ഒക്കെ കൂട്ടിയിട്ട് നല്ല നല്ല ചട്നി ഉണ്ടായിരുന്നു, നല്ല ചമ്മന്തി ആയിരുന്നു, നല്ല അടിപൊളി ഭക്ഷണം എല്ലാവരും ഒത്തൊരുമിച്ച് കഴിക്കുകയാണ്. ഞാനും കഴിച്ചു. ഇവിടെ ദേ നിങ്ങൾ വീഡിയോയിൽ ഈ കാട്ടൂർ SOS സർക്കിൾ കമ്മിറ്റിയുടെ എല്ലാ ഭാരവാഹികളും ഇവിടെ ഇരിക്കുന്നുണ്ട്. ഇതിൽ എൻ്റെ പ്രത്യേകം സുഹൃത്തു കൂടിയായ അൻവർ സാദത്തും ഉണ്ട്. പിന്നെ ദേ ഒരു ഉസ്താദ് ഇരിക്കുന്നുണ്ട്. എല്ലാവർക്കും നമ്മുടെ ചാനലിൻ്റെ വക അഭിനന്ദനങ്ങൾ. ഇങ്ങനൊരു ചടങ്ങ് സംഘടിപ്പിച്ചത് ആർക്കും മാതൃകയാക്കാവുന്ന ഇങ്ങനത്തെ ചടങ്ങുകൾ ആര് നടത്തിയാലും നമ്മളെ വിളിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ചാനൽ അവരുമായിട്ട് സഹകരിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് നന്ദി.